ഹായ് ഓൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു അടിപൊളി റൈസിൻ്റെ റെസിപ്പി ആയിട്ട് കേട്ടോ. ഇത് തന്നെ പറയുക ഉസ്ബെക് പിലാഫ് എന്നാണ്. ഇത് നമുക്ക് ബീഫ് വെച്ചിട്ടുണ്ടാക്കാം, മട്ടൻ വെച്ചിട്ടുണ്ടാക്കാം. പിള്ളേർക്കൊക്കെ നല്ലപോലെ ഇഷ്ടപ്പെടും കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇത് കുറച്ച് എരിവൊക്കെ കുറവാണ്. അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ള ബീഫാണ്. 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസ് ഉള്ളിയിൽ അതൊന്ന് കട്ടാക്കിയിട്ട് കൊടുക്കുന്നു. പിന്നെ ഒരു ഗാർലിക്ക് മുഴുവനായിട്ട് തോലൊന്നും കളയാതെ തന്നെ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ മുഴുവൻ മല്ലിയില്ലേ, അതൊരു ടേബിൾ സ്പൂൺ, പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക്, പിന്നെ 1 ടീസ്പൂൺ വലിയ ജീരകം, പിന്നെ 3 കഷ്ണം പട്ട, പിന്നെ 6 ഏലക്ക, 8 ഗ്രാമ്പു, 2 ബേ ലീഫ്, 1 സ്റ്റാർ. പിന്നെ ഇതിലോട്ട് കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്തു. പിന്നെ 2 കപ്പ് വെള്ളം ഒഴിച്ചെടുത്തിട്ട് 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചെടുത്ത് വേവിക്കാൻ വെക്കുന്നുണ്ട്. നിങ്ങളുടെ ബീഫിൻ്റെ വേവിനനുസരിച്ച് വേണം കേട്ടോ നിങ്ങളിത് വേവിക്കാൻ. ഞാനിത് നല്ലപോലെ വേവുള്ള ബീഫായതുകൊണ്ട് ഒരു 10 വിസിലൊക്കെ ആവശ്യം വന്നിട്ടുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ വെള്ളം കൂടി ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു 5 വിസിലടിച്ച് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തുറന്നിട്ടാണ് ഒരു 4-5 പച്ചമുളകും, പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചത് കൂടി ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എരിവ് ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ കാശ്മീരി മുളക് പൊടിക്ക് പകരം നമ്മുടെ സാധാ മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് എരിവുണ്ടാവുക. അപ്പോൾ ഞാനിവിടെ ഇട്ട് കൊടുത്തുള്ള കാശ്മീരി മുളക് പൊടിയാണ്. പിന്നെ അടച്ച് വെച്ചിട്ടാണ് പിന്നെ അടുത്ത 5 വിസിൽ ഞാൻ അടിക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊക്കെ കൂടി ആദ്യം ഇട്ട് കൊടുക്കാം. ഞാനിതിൻ്റെ വെള്ളം കൂടി ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ പകുതി വിസിലടിഞ്ഞ് ഓഫ് ചെയ്തിട്ട് ചെയ്യാറുണ്ട്. ചില സമയത്ത് വെള്ളം കുറവ് വരാറുണ്ട്. അപ്പം ഞാൻ അങ്ങനെ ചെയ്യാറ് കേട്ടോ. അപ്പം നിങ്ങളുടെ ബീഫിൻ്റെ വേവിനനുസരിച്ചിട്ട് നിങ്ങളത് നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് റൈസ് വേണ്ടത് ബസ്മതി റൈസാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മളുടെ വൈറ്റ് ബസ്മതി റൈസാണ്. യെല്ലോ ബസ്മതി റൈസാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു അരമണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർത്താൻ വെക്കണം. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ള വൈറ്റ് ബസ്മതി റൈസിന് അങ്ങനെ വേവില്ല. അപ്പം ഞാനത് വെള്ളത്തിലൊന്നും കുതിർത്താൻ വെക്കുന്നില്ല. വേഗം തന്നെ അത് കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കാറ് കേട്ടോ. അപ്പം നിങ്ങളെടുക്കുന്ന റൈസിൻ്റെ വേവ് നിങ്ങൾക്ക് ഏകദേശം അറിയാമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് വേണം നിങ്ങൾ ചെയ്യാൻ കേട്ടോ. അപ്പം ഞാനിവിടെ വൈറ്റ് എടുത്തിട്ടുള്ളത് അധികം വേവില്ല. അപ്പം ഞാനത് കഴുകി നന്നായി വൃത്തിയാക്കിയിട്ട് ഞാൻ വെള്ളം കളഞ്ഞിട്ട് ചോറുണ്ടാക്കുമ്പോൾ എടുക്കാറ് കേട്ടോ. അപ്പം നിങ്ങളത് ചെയ്യാം കേട്ടോ. അങ്ങനെ ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പം ഞാൻ ഈ റൈസ് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്ത് വയ്ക്കുന്നുണ്ട്. പിന്നെ നമ്മളുടെ ചോറിലേക്ക് നമ്മൾക്ക് ഇത് വേണം, ഉള്ളിയില്ലേ, നമ്മുടെ വലിയ ഉള്ളി, അതൊരു 5 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ കനം കുറഞ്ഞിട്ട് എടുത്തിട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 5 ഉള്ളി, വലിയ ഉള്ളിയില്ലേ അതാട്ടോ, 5 വലിയ ഉള്ളി നന്നായി ഫ്രൈ എടുത്ത് ഇതേപോലെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ബീഫ് വെന്ത് വന്നപ്പോൾ ഞാൻ ബീഫും അതിൻ്റെ വെള്ളവും സെപ്പറേറ്റ് ആയിട്ട് മാറ്റി അരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫ്രൈ പാൻ വെച്ചിട്ട് അതിലോട്ട് ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ സാധാ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അതിലോട്ട് ഒരു 4 ഏലക്ക, 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 2 ബേ ലീഫ്, ഒരു 3 കഷ്ണം പട്ട, പിന്നെ 1 സ്റ്റാർ. ഇതിട്ട് കൊടുത്തിട്ട് നമ്മുടെ ജീരകം ഒന്ന് പൊട്ടി വരുമ്പോൾ അപ്പോൾ തന്നെ ഞാൻ അതിലോട്ട് 1 ടല്ലി നമ്മുടെ ഗാർലിക്കും, ഒരു വലിയ കഷ്ണം ഇഞ്ചിയും കൂടി നല്ലപോലെ ചതച്ചത് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് മാറുന്ന വരെ വെയിറ്റ് ചെയ്യണം കേട്ടോ. അതിൻ്റെ പച്ച സ്മെല്ലൊക്കെ പോയതിന് ശേഷം ഞാൻ അതിലോട്ട് നമ്മളുടെ ബീഫ് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, വെള്ളം മാറ്റി വെച്ചിട്ടുള്ള ബീഫില്ലേ, അതിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബീഫ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂണിനെക്കാട്ടും കുറച്ച് കൂടുതൽ ബട്ടറും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊരു പ്രത്യേക ടേസ്റ്റാണ് ബീഫിൻ്റെ കൂടെ അതിട്ട് കൊടുക്കുമ്പോൾ. പിന്നെ ബീഫ് നല്ലപോലെ മൊരിയൊന്നും വേണ്ട കേട്ടോ. ഒന്നൊന്ന് കളറ് മാറിയിട്ട് ഒരു ബ്രൗൺ കളറായാൽ മതി. അപ്പോൾ ഞാൻ ആ ബ്രൗൺ കളറായി വരുന്ന സമയത്ത് ഞാൻ ഇതിലോട്ട് കുറച്ച് പെപ്പർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പെപ്പർ 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുള്ളൂ. എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ഇതിൽ കൂടുതലായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ പെപ്പർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ക്യാരറ്റ് 2 മീഡിയം സൈസ് ഇതേപോലെ നീളനെ കട്ട് ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റ് വേവാനൊന്നും വെയിറ്റ് ചെയ്യണ്ട, അതിൻ്റെ വെള്ളം ഒന്ന് മാറി കിട്ടിയാൽ മതി. വെള്ളം മാറി കിട്ടുമ്പോൾ ഞാൻ അതിലോട്ട് 2 ടേബിൾ സ്പൂൺ നമ്മുടെ തൈരില്ലേ, പുളിയുള്ളതും പുളിയില്ലാത്തതും ഇട്ട് കൊടുക്കാം കേട്ടോ. അതിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് തൈരിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്ന സമയത്ത് ഞാൻ ഇതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടില്ലേ
അതിൻ്റെ മുക്കാൽ ഭാഗവും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് മാത്രം ഞാൻ അതിൽ നിന്ന് മാറ്റി വെക്കുന്നുണ്ട്. ബാക്കി ഉള്ളി ഫുൾ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ബീഫിൻ്റെ കൂടെ നല്ല പോലെ മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലോട്ട് ഞാനൊരു വീണ്ടും ഒരു ഗാർലിക് ഒന്ന് കഴുകി നല്ലപോലെ വൃത്തിയാക്കിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മാറ്റി വെച്ച വെള്ളമില്ലേ, ബീഫ് വേവിച്ച ആ വെള്ളം എനിക്ക് 2.5 കപ്പാണ് കിട്ടിയത്. അതും പിന്നെ നമ്മുടെ സാധാ വെള്ളം കൂടി ചേർത്തിട്ട് 6 കപ്പ് വെള്ളവും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 4 കപ്പ് റൈസിന് 6 കപ്പ് വെള്ളം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഈ റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഈ റൈസ് നമ്മൾ വെള്ളം തിളയ്ക്കാനൊന്നും വെയിറ്റ് ചെയ്യണ്ട, അതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ ആ ഗാർലിക് ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട്, കാരണം എനിക്ക് ലാസ്റ്റ് ഒന്ന് ഡെക്കറേഷൻ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് അതിലിട്ട് കൊടുത്തതെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാനിതിലോട്ട് ഒരു മീഡിയം സൈസ് ലെമൺ ഫുള്ളായിട്ടൊന്ന് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ റൈസ് ഇങ്ങനെ ബബിളായിട്ട് വരും, റൈസ് കുറച്ച് മേലക്കായിട്ട് വെള്ളം ഇങ്ങനെ ബബിളായി വരുന്ന സമയത്ത് ആ ലെമൺ ഒന്ന് പിഴിഞ്ഞു കൊടുത്തിട്ട് നമ്മുടെ പച്ചമുളകില്ലേ അതൊരു 5-6 എടുത്തിട്ട് ഞാൻ ഇതിലോട്ട് ഇങ്ങനെ കുത്തി വെച്ച് കൊടുക്കണം. ഈ ബബിളായി വരുന്ന സമയത്ത് ഫ്ലെയിം നന്നായി കുറച്ച് വെക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ പച്ചമുളക് എടുത്തിട്ട് ഇങ്ങനെ ഇതുപോലെ ചുറ്റിനും കുത്തി വെച്ചത് നല്ലൊരു സ്മെല്ലുണ്ടാവും റൈസ്, അതിന് വേണ്ടിയിട്ടാട്ടോ. ഇതേപോലെ കുത്തി വെച്ചതിന് ശേഷം ഞാൻ ലാസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ 5 ഓണിയൻ ഫ്രൈ ചെയ്ത് വെച്ചിൽ കുറച്ച് മാറ്റി വെച്ചെന്ന്, അത് ഇതിൻ്റെ മേലെ ഒന്നുകൊണ്ട് ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഫോയിൽ പേപ്പർ വെച്ചിട്ട് എയറൊന്നും പുറത്തേക്ക് പോകാത്ത പോലെ നല്ല പോലെ ടൈറ്റ് ആക്കിയിട്ട് അതിൻ്റെ ലിഡ് വെച്ച് അടച്ച് വെച്ചിട്ട് ഒരു 30 മിനിറ്റ്സ് ആണ് കേട്ടോ ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുന്നത്. 30 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഓഫ് ചെയ്തിട്ടിട്ട് പിന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ തുറന്ന് നോക്കുന്നത് കേട്ടോ. അപ്പോൾ 30 മിനിറ്റ്സ് വെച്ച് ഓഫ് ചെയ്തിട്ടിട്ട് പിന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം ഒന്ന് തുറക്കാൻ. അപ്പം നമ്മൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ മൊത്തം 35 മിനിറ്റ്സ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ തുറക്കണം. അപ്പോൾ നമ്മൾ റൈസൊക്കെ ഇതേപോലെ ഉണ്ട്, ഒന്നും അങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല, നല്ലപോലെ വിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ അതെ നമ്മൾ റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റ് സെക്ഷനിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ.